എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ. അവിടെ എന്താ വായിക്കുന്നത്? സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും എന്ത് ചെയ്തിരിക്കുകയാണ്? നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ദൈവം നമ്മെ വിളിച്ചത് അനുഗ്രഹം അനുഭവിക്കേണ്ടതിനാണ്. നമ്മളൊരു അനുഗ്രഹമായി തീരേണ്ടതിനാണ്, നമ്മൾ അനുഗ്രഹിക്കപ്പെടേണ്ടതിനാണ്. എന്നാൽ ഇവിടെ പൗലോസ് പറയുകയാണ്, ദൈവം നമ്മെ വിളിച്ചത് സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാൽ ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചത്. ഹല്ലേലൂയ. ആത്മീകമായി നമ്മൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ ഭൗതികമായ അനുഗ്രഹങ്ങൾ അത് നമ്മുടെ പിന്നാലെ വരും എന്നതാണ് നമ്മൾ ഇന്ന് പകൽക്കാലം മനസ്സിലാക്കേണ്ടത്. ഹല്ലേലൂയ. 1-ാം നൂറ്റാണ്ടില് 8 കോടി ആസ്തിയുള്ള അപ്പോസ്തലനായ പൗലോസ് താൻ എന്താ പറഞ്ഞത്? ഞാൻ എല്ലാം ചപ്പന്നും ചവറന്നും എഴുതുന്നു, അല്ലെ? കർത്താവിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ദൈവവിളികൾക്ക് ഇറങ്ങിയ അപ്പോസ്തലനായ പൗലോസിന്റെ ആസ്തി 8 കോടി ആസ്തി എന്നാണ് വേദ പണ്ഡിതന്മാരുടെ അഭിപ്രായം. അപ്പോൾ 8 കോടി ആസ്തി ഉണ്ടായിരുന്ന അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ അതിലെ സകലതും ചപ്പന്നും ചവറന്നും എണ്ണിക്കൊണ്ട് എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടെ ഓടുവാൻ പൗലോസ് തയ്യാറായി നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് എവിടെ നോക്കിയാലും അനുഗ്രഹത്തിന്റെ വാഗ്ദാനങ്ങളും വാചക കസർത്തുകളുമാണ് നമ്മുടെ ചെവിയിൽ നമ്മൾ കേൾക്കുന്നത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം, അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നവരെ അവൻ ചവറന്നും ചപ്പന്നും എണ്ണി ക്രിസ്തുവിന്റെ കാൽവരി ദർശനം പ്രാപിച്ചുകൊണ്ട് തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം മുൻപിലുള്ളവരെ പ്രാപിക്കുവാൻ വേണ്ടി സ്ഥിരതയോടുകൂടെ ഇന്നത്തെ പൗലോസുമാർ അതിന് വിപരീതമായി മാറുകയാണ്. ഇന്ന് ഏറെ 90% പാസ്റ്റർമാര് ശുശ്രൂഷകന്മാരെന്ന പേരിനാൽ അറിയപ്പെടുന്നവരല്ല. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ പൗലോസിനോടുകൂടെ ചേർന്ന് പറഞ്ഞാൽ അവരെല്ലാം ചവറുപതുക്കികളായി മാറിയിരിക്കുകയാണ്. ആരായി മാറിയിരിക്കുന്നു? ചവറുപതുക്കികൾ, ആക്രിപതക്കികൾ. പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താ? നമ്മൾ ഭൗതിക അനുഗ്രഹം നമുക്ക് വേണം, സമ്പത്ത് നമുക്ക് വേണം, ശാരീരിക അനുഗ്രഹം നമ്മുടെ അവകാശമാണ്. അത് നമ്മുടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹമാണ്. അത് നമ്മുടെ സ്വന്തമാണ്, അത് നമ്മുടെ ജീവനാണ്, നമ്മുടെ അനുഗ്രഹമാണ്. എന്നാൽ നമ്മുടെ ദർശനം, നമ്മുടെ ലക്ഷ്യം എവിടെയാ കിടക്കുന്നത്? 8 കോടി അതെല്ലാം വിട്ടേച്ച് ഒരു ഭാഗത്ത് ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല കൂടെയുള്ളവർക്കും വേണ്ടി ഞാൻ കൂടാരപ്പണി ചെയ്ത ഞാൻ എന്റെ കൂടെയുള്ളവരുടെ കാര്യം കൂടെ നോക്കിയവനാണ് പൗലോസ്. സ്വന്തം തനിക്കുണ്ടായിരുന്നത് രാജകീയമായി കഴിയേണ്ട, ബലവാനായി കഴിയേണ്ട, പ്രഭുവായി കഴിയേണ്ട പൗലോസ് അവൻ ക്രിസ്തു നിമിത്തം ഉണ്ടായിരുന്നതിനെ പറയുന്നു, ഞാനത് ചവറന്നു. ഇന്നത്തെ സുവിശേഷകന്മാർ ഭൗതിക അനുഗ്രഹങ്ങളെ കുറിച്ച് മാത്രം പ്രസംഗിച്ച്, ഭൗതിക അനുഗ്രഹം പ്രസംഗിക്കുന്നത് തെറ്റെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ശ്രദ്ധിച്ച് കേൾക്കണം. ഭൗതിക അനുഗ്രഹങ്ങളെ കുറിച്ച് മാത്രം പ്രസംഗിച്ച് നമ്മിൽ എന്തിരിക്കുകയാണ്? മോഹം ജനിപ്പിച്ചിരിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? സ്വന്തം ആര് തലയിൽ കൈവച്ചാലും നീ ആത്മീകമായി ഉന്നമനത്തിലെത്തും എന്ന് പറയുന്ന ദൂതുകൾ കേട്ടിട്ട് കാലത്രയായെന്ന്, അല്ലേ? ഇന്നൊരു പ്രവാചകന്റെ സമയം വിളിച്ചാൽ അവൻ ആദ്യം ചില പോക്കറ്റ് നോക്കിയാണ് ഇവരെന്താ ദൂത് പറയുന്നത്. പോക്കറ്റിൽ ചില വില കൂടിയ ഫോണ്, ചില വീർത്തിരിക്കുന്ന പേഴ്സുമാണെങ്കിൽ അവൻ തലയിൽ കൈവച്ച് ആദ്യം പറയുന്ന ദൂത് നിന്നെ ആത്മീകമായ
പ്രാർത്ഥിക്കാമെന്നല്ല. ആദ്യം പറയുന്ന ദൂത് നിന്റെ കാറിന്റെ കളറ് മാറാൻ പോകുന്നു പ്രാർത്ഥിച്ചോളാൻ. എന്താ മാറാൻ പോകുന്നു? നിന്റെ കാറിന്റെ കളറ്. സ്വോത്രം സ്വോത്രം സ്വോത്രം. ഇനി അമ്മാമ്മയുടെ തലയിൽ കൈവച്ചിട്ടാണ് പറയുന്നെങ്കിലോ, നീ ദൃഷ്ടി വെച്ച് പ്രാർത്ഥിക്കുന്ന ആ സമ്പത്ത് ഞാൻ നിനക്ക് തരാൻ പോവുകയാണ്. ഇത് കേട്ട പകുതി കേൾക്കാത്ത പകുതി അമ്മാമ്മ പിരി 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 എന്ന് പറഞ്ഞൊരു പിരിയാക്കം. ഒറ്റ ആരാധന 25 മിനിറ്റ്. 1.5 മണിക്കൂർ പാസ്റ്റർക്ക് പ്രസംഗിക്കാൻ സമയം കൊടുത്തതാ. 25 മിനിറ്റ് അമ്മാമ്മ ആരാധിച്ചു. ദൈവദാസനെ റസ്റ്റ്. ദൈവവേദനെ നാരകത്തിന്റെ ചുവട്ടിലിരിക്കുന്ന നിന്നെ ജീരകത്തിന്റെ ചുവട്ടിൽ ഇരുത്താനല്ല ദൈവം വിളിച്ചു വേർതിരിച്ചത്. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാൽ യേശുക്രിസ്തുവിൽ നിന്നെ അനുഗ്രഹിക്കുന്ന ആ അനുഗ്രഹത്തിന് വേണ്ടിയാണ് നീ ഉപവസിക്കേണ്ടത്. ആ അനുഗ്രഹത്തിന് വേണ്ടിയാണ് നീ പ്രാർത്ഥിക്കേണ്ടത്. ആ അനുഗ്രഹത്തിന് വേണ്ടിയാണ് ദൈവത്തോട് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ ചോദിക്കും, പാസ്റ്ററെ ഇവിടെ വീട് വേണ്ടേ, ഇവിടെ കാർ വേണ്ടേ, ഇവിടെ ലോറി വേണ്ടേ, ഇവിടെ റബ്ബർ എസ്റ്റേറ്റ് വേണ്ടേ? വേണം. അത് ദൈവം നിനക്ക് തരില്ലെന്ന് പറഞ്ഞിട്ടില്ല. എന്താ പിന്നെ ദൈവം പറഞ്ഞത്? മുമ്പേ അവരുടെ നീതി രാജ്യം അന്വേഷിച്ചാൽ അതോടും കൂടെ ഇതെല്ലാം നിനക്ക് വരാം. ദൈവം എന്നതായിട്ട് പറഞ്ഞു. അതല്ല വിശ്വസിക്കാതെ ആദ്യ മാനുഷിക വാക്യങ്ങളെ വിശ്വസിച്ച ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്നതിന് ഇത് നമുക്ക് മനസ്സിലാക്കുന്നത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തിനെ വിളിച്ചത് സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാൽ നമ്മെ നിറയ്ക്കുവാൻ വേണ്ടിയാണ്. ഇത് പൗലോസ് ബദ്ധനായിരിക്കുമ്പോൾ, ബന്ധിതനായിരിക്കുമ്പോൾ കലാഗ്രഹത്തിന്റെ ഉള്ളമയിൽ ഇരുന്നുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഈ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അവൻ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കേണ്ടതിനാണ്. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. പഴയ നിയമത്തിലെ അനുഗ്രഹങ്ങളും പുതിയ നിയമത്തിലെ അനുഗ്രഹങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മളത് മനസ്സിലാക്കണം. അത് പറഞ്ഞില്ല. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 24:35 ഒന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 24:35. യഹോവ എന്റെ യജമാനനെ ഏറ്റവും അനുഗ്രഹിച്ച് അവൻ മഹാനായിത്തീർന്നു. അവനവന് ആട്, മാട്, പൊന്ന്, വെള്ളി, ദാസിദാസന്മാർ, ഒട്ടകങ്ങൾ, കഴുതകൾ എന്നിവയൊക്കെയും കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. അബ്രഹാമിന്റെ സന്തതി പരമ്പരകൾക്കും ദൈവം കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങളാണ് ആട്, മാട്, ഒട്ടകം, ദാസിദാസന്മാർ എന്തെല്ലാം നന്മകളാണ് അല്ലേ? ഇതാണ് പഴയ നിയമത്തിന്. ഇത് അക്ഷരീകമായി ദൈവം കൊടുത്ത കാര്യങ്ങളാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് പുതിയ നിയമത്തിന്റെ അനുഗ്രഹമെങ്കിൽ ഇന്നത്തെ ദൈവദാസന്മാർക്ക് എത്ര ബാങ്ക് അക്കൗണ്ടുകൾ എടുക്കേണ്ടി വന്നേനെ. മനസ്സിലാകുന്നുണ്ടോ? റോഷൻ അല്ലേ? എത്ര ബാങ്ക് അക്കൗണ്ടുകൾ ഉള്ളവർ ഒരുപാട് പേരുണ്ട്. എന്തെല്ലാം രഹസ്യ അക്കൗണ്ടുകളുണ്ട്. സുവിശേഷത്തിന്റെ പേരില് പണം സമ്പാദിച്ച് അവരെ സുവിശേഷ വേല ചെയ്യാതെ മറ്റുള്ളവർക്ക് കൊടുക്കാതെ അവൻ സ്വന്തമായി കരുതി വെച്ചിരിക്കുന്ന എത്രയോ ഉപദേശിമാരുണ്ട്. അത് കേൾക്കുമ്പോൾ ആൾക്കാരും പറയും, നിങ്ങൾക്കെല്ലാം കിട്ടാതെ നിങ്ങൾ അവരെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നു. സ്വന്തം വളഞ്ഞ വഴിക്കൂടെ ക്യാഷ് ഉണ്ടാക്കാനല്ല സുവിശേഷ വേല എന്ന് പറഞ്ഞ് ഇറങ്ങേണ്ടത്. അതിനെല്ലാം താൽക്കാലികമാണ്. ഇതെല്ലാം താൽക്കാലികം. 70 വർഷത്തേക്ക് വേണ്ടി മാത്രം നീ സമ്പാദിച്ചു വെക്കുന്നത് നിനക്ക് അനുഭവിക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടോ? ഇല്ല. അത് നീ സമ്പാദിക്കുന്നു, അത് മറ്റൊരുവൻ അനുഭവിക്കുന്നു. അത് കർത്താവിന്റെ വേല ചെയ്യുന്നത് പണത്തിന് വേണ്ടി ആകരുതെന്നാണ് പറഞ്ഞത്.
കള്ളപ്രവചനങ്ങളും കള്ളമൂന്നുകളും പറഞ്ഞ അങ്ങനെ പാവപ്പെട്ട വിശ്വാസികളുടെ പോക്കറ്റിലിരിക്കുന്ന ക്യാഷ് സ്വന്തം കീശയിലാക്കി മാറ്റുന്ന കൂടുമാറ്റം പരിപാടി ഇതല്ല സുവിശേഷത്തിന്റെ മറവിൽ ചെയ്യേണ്ടത്. അവർ ദൈവവചനം പറയുന്നത് അവൻ ദൈവദാസന്മാരായാലും വിശ്വാസികളായാലും അത് അനുസരിക്കണം. അല്ലെ, വചനം പഠിപ്പിക്കുന്നവന് പഠിക്കുന്നവർ പഠിക്കണം. അത് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാ. പക്ഷേ ഇതിനു വേണ്ടി വെള്ളമെടുത്ത് പഴമൊളിപ്പിച്ച് നടക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ രത്നം ചുരുക്കണം. മനസ്സിലാക്കുന്നുണ്ടോ? ഇന്ന് ഒരുപാട് കള്ളോപദേശന്മാരെന്നാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ. കള്ള നാണയങ്ങളെ നമ്മൾ തിരിച്ചറിയണം. മനസ്സിലാക്കുന്നുണ്ടോ? സ്വത്രം അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയൊക്കെ ദൈവം അനുഗ്രഹിച്ചത് യാഥാർത്ഥ്യമാണ്, അക്ഷരീയമായിട്ടായിരുന്നു. അവൻ ആവർത്തനം 28:7 വായിക്കുമ്പോൾ അവിടെ കർത്താവ് പറഞ്ഞൊരു ഭാഗമുണ്ട്, ശത്രുവിനെ നിന്റെ മുൻപിൽ തോൽക്കുമാറാക്കും. അത് അക്ഷരീയമാണ്. പഴയ നിയമത്തിന് ഒരുപാട് ശത്രുക്കൾ ഇസ്രായേൽ ജനത്തിന് പിതാക്കന്മാരുടെ മുമ്പിൽ വെളിപ്പെട്ടു വന്നു. അവരോടെല്ലാം അവർ എന്ത് ചെയ്തു? പടപൊരുതി. ഏറ്റവും കൂടുതൽ യുദ്ധം നടത്തിയത് ദാവീദിന്റെ ഭരണകാലത്ത് ഏറെ യുദ്ധങ്ങൾ നടന്നു. ഒരു യുദ്ധം നടക്കാത്തത് തന്റെ മകനാകുന്ന ശലോമോന്റെ ഭരണകാലത്ത്. അതവിടെ നിൽക്കേണ്ട വിഷയം അതല്ലല്ലോ. അപ്പോൾ പഴയ നിയമത്തിലത. അപ്പൊ പുതിയ നിയമത്തിൽ വരുമ്പോൾ ശത്രുവിനോട് യുദ്ധം ചെയ്യണമെന്നല്ല പുതിയ നിയമത്തിൽ യേശു പഠിപ്പിച്ചത്. നിന്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് യേശു പഠിപ്പിച്ചത്. അപ്പൊ പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ വ്യത്യാസമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? പഴയ നിയമത്തിൽ നമുക്ക് യുദ്ധം ചെയ്യാം, പഴയ നിയമത്തിൽ അവരോട് എതിർക്കാം, പഴയ നിയമത്തിൽ അവരെ കീഴടക്കാം. ഈ ഒരു കാര്യം കൂടെ പറയാം. എന്താ ഇതിന്റെ വ്യത്യാസം? പഴയ നിയമ ഇസ്രായേലിന് ദൈവം വാഗ്ദത്തം ചെയ്തത് ആത്മീക രാജ്യമല്ല, അവർക്ക് ദൈവം വാഗ്ദത്തം ചെയ്തത് അക്ഷരീക രാജ്യമാണ്. മനസ്സിലായി? പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിന് ദൈവം വാഗ്ദത്തം ചെയ്തത് ആത്മീക രാജ്യമല്ല, അക്ഷരീക രാജ്യമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. യേശു നമ്മെ വിളിച്ചിരിക്കുന്നത് ഒരു അക്ഷരീക രാജ്യം സ്ഥാപിക്കുവാനല്ല, ഒരു ആത്മീക രാജ്യത്തിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. പിന്നെ ആമേൻ, നമുക്ക് നന്മ വേണ്ടേ, നമുക്ക് അനുഗ്രഹം വേണ്ടേ? അതിന് രണ്ടൊരു വഴി പറയാം. ഒന്ന്, മുമ്പേ അവന്റെ നീതിയും രാജ്യവും അന്വേഷിച്ചാൽ അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. രണ്ട്, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിച്ചാൽ അവൻ നിങ്ങൾക്ക് അവൻ നൽകി തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ. അത് ദൈവം നമുക്ക് തരാതെ നമ്മെ വിടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താ ആത്മീയ അനുഗ്രഹം? ആത്മീക അനുഗ്രഹം ആത്മലോകത്തിലെ ആമേൻ അനുഗ്രഹങ്ങളാണ്. ഹല്ലേലൂയ. ആമേൻ. അതിന് ദൈവം നമുക്ക് തരുന്നത് നമ്മുടെ പൗരത്വം ഇവിടെയല്ല, സ്വർഗത്തിലാണ്. അതുകൊണ്ടാണ് കർത്താവ് ആമേൻ തന്റെ വചനത്തിൽ ആമേൻ സ്തോത്രം ആമേൻ പൗലോസ് പറഞ്ഞത്, നമ്മൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് അന്വേഷിപ്പേ, ഉയരത്തിലുള്ളത് ചിന്തിപ്പേ. കാരണം നമ്മുടെ പൗരത്വം ഈ താഴ്ചയുള്ള ഈ ലോകത്തിലേക്കുള്ളതല്ല. ആമേൻ സ്തോത്രം. താൽക്കാലികമായ ഈ ലോകവാസത്തിൽ വേണ്ടതെല്ലാം തരാൻ ദൈവം നമുക്ക് ബാധ്യസ്ഥനാണ്. വിളിച്ചവർ വിശ്വസ്തനാണ്. അത് സ്ഥലമില്ലാതെ വരുവാണ് നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. പക്ഷേ ഇതാകരുത് നമ്മുടെ ഊന്നൽ, ഇതാകരുത് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം ആത്മീക ലോകമായിരിക്കണം, ആത്മീക അനുഗ്രഹങ്ങളായിരിക്കണം. അങ്ങനെ നമ്മുടെ ലക്ഷ്യം. നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത് ഭൗതികത്തിനല്ല, ആത്മീക വിഷയങ്ങൾക്കായിരിക്കണം. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഈ ആത്മീക അനുഗ്രഹങ്ങൾ ദൈവം നമ്മുടെ മേൽ പകരുമ്പോൾ ഈ ആത്മീക അനുഗ്രഹങ്ങൾ നമ്മളെ ആത്മീകരാക്കി മാറ്റുന്നു. മനസ്സിലായോ നിങ്ങൾക്ക്? ഈ ആത്മീക അനുഗ്രഹങ്ങൾ ക്രിസ്തുവിൽ ദൈവം നമുക്ക് തരുമ്പോൾ നമ്മൾ ആരായി മാറുന്നു? ആത്മീകരായി മാറുന്നു. ഈ ലോകത്തിന്റെ നന്മകൾ, ഈ ലോകത്തിന്റെ സുഖങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അത് നമ്മെ ആരാക്കി മാറ്റും? നമ്മെ ഈ ലോകക്കാരാക്കി മാറ്റും. ഈ ലോക ചിന്തയുള്ളവരാക്കി മാറ്റും എന്നുള്ളതും നമ്മൾ ഇതുവരെ കാലം ധ്യാനിക്കുന്നത് നല്ലതാണ്. ഹല്ലേലൂയ. രണ്ട്, ക്രിസ്തുവിന്റെ ഈ ആത്മീക അനുഗ്രഹം നമ്മെ ക്രിസ്തുവിന് വേണ്ടി നമ്മെ
ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. ഹല്ലേലൂയ. മറന്നു പോകരുത്. ആത്മീയ അനുഗ്രഹങ്ങളൊന്ന് നമ്മെ ആത്മീയരാക്കി മാറ്റുന്നു. രണ്ട്, ആത്മീയ അനുഗ്രഹങ്ങൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുകയാണ്. ഹല്ലേലൂയ. മൂന്ന്, ആത്മീയ അനുഗ്രഹം ദൈവം നമുക്ക് തരുമ്പോൾ അവസാനം കർത്താവിനോടൊപ്പം ജീവിക്കുവാൻ നമ്മെ സ്വർഗ്ഗത്തിലേക്ക് ഈ ആത്മീയ അനുഗ്രഹങ്ങൾ ഉയർത്തുവാൻ തക്കവണ്ണമുള്ളവരാകുക, ക്രിസ്തുവിനോട് കൂടെ വാഴുവാൻ. എന്താ നമ്മുടെ പ്രത്യാശ? ഈ ലോക ജീവിതത്തിൽ ദീർഘകാലം ജീവിക്കുക എന്നതാണോ? അല്ല. വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുക, ഇതല്ലേ നമ്മുടെ ആഗ്രഹം. അതിനുവേണ്ടിയല്ലേ നാം ജീവിക്കുന്നത്? അങ്ങനെയുണ്ട് ആത്മീയ അനുഗ്രഹം നമ്മെ ക്രിസ്തുവിനോട് കൂടെ വാഴുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. ഭൗതിക അനുഗ്രഹമോ ഈ ലോകത്തോട് കൂടെ വാഴുവാൻ, ഇവിടെ ജീവിച്ച്, ഇവിടെ സമ്പാദിച്ച്, ഇവിടെ ചിലത് നേടിയെടുത്ത് അതിന് ഇവിടെ ഉന്നതനാകാൻ ആഗ്രഹിക്കുമ്പോൾ ആത്മീയ അനുഗ്രഹം നമ്മെ സ്വർഗ്ഗത്തിൽ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തുവാൻ നമ്മെ അത് പ്രാപ്തമാകുന്നു എന്നുള്ളത് ഇന്ന് നമുക്ക് മനസ്സിലാക്കുക. ഒന്നുകൂടെ പറയാം, ശാരീരികവും മാനസികവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ ഒരു ദൈവ പൈതലിന് വേണമെന്നല്ല, അത് വേണം. പക്ഷേ ഒരു ദൈവ പൈതൽ ഊന്നൽ കൊടുക്കേണ്ടത്, ലക്ഷ്യം വയ്ക്കേണ്ടത് ഭൗതികതകളിലാകരുത്, ആത്മീകത്തിലാകണം. സ്വതന്ത്രം കർത്താവിന് സ്വതന്ത്രം ചെയ്യാം. അപ്പോൾ ദൈവം നമ്മെ വിളിച്ചത് അനുഗ്രഹം അനുഭവിക്കേണ്ടതിനാ, അല്ലെ? ദൈവം തിരഞ്ഞെടുത്തത് കുലഹീനരായ നമ്മെ, ഏതുമില്ലാതിരുന്ന നമ്മെ, നിരീക്ഷരായിരുന്ന നമ്മെ, ലോകപ്രകാരം ജീവിച്ച നമ്മെ, പ്രാണികളായിരുന്ന നമ്മെ, അല്ലെ? ദൈവം ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തത് എന്തിനാ? നമ്മെ അനുഗ്രഹിക്കുന്നതിനാ. അതിന്റെ അനുഗ്രഹത്തിന്റെ ഒന്നാമത്തെ തലം ഭൗതികമല്ല, ആത്മീകമെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. സ്വതന്ത്രം. ആമേൻ. അടുത്ത നാലാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരാം. ദൈവം എന്തിനാണ് നമ്മെ തിരഞ്ഞെടുത്തത്? വായിക്കാം, വേഗത്തിൽ വായിക്കാം. എഫേസ്യർ 1:4. വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവർ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവരിൽ തിരഞ്ഞെടുക്കുകയും. എന്തിനാ ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്? ഒന്ന്, ആത്മീക അനുഗ്രഹം പ്രാപിക്കേണ്ടതിന്. ഭൗതിക അതൊരു പ്രാധാന്യത്തിലുള്ള ഒരു ഘടകമല്ല. ആത്മീകത്തിലൂടെ നിൽക്കുന്നവന് ഭൗതികം ദൈവം കൊടുക്കും ജീവിക്കുവാൻ വേണ്ടിയുള്ളത്. സ്വതന്ത്രം. അതിലേറെ വരുന്നെങ്കിൽ അവരും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എന്ന് മാത്രം മനസ്സിലാക്കുക. അടുത്ത ഭാഗം, എന്തിനാ ദൈവം നമ്മെ വിളിച്ചത്? അവിടെ നമ്മൾ വായിക്കുന്നത് അവന്റെ സന്നിധിയിൽ വിശുദ്ധരായിരിക്കാൻ ദൈവം നമ്മെ വിളിച്ചു. എന്തിനാണ് ദൈവം നമ്മെ വിളിച്ചത്? അല്ലാതെ ദൈവം വിളിച്ചു വിളിക്കപ്പെട്ട ദാസിയെ, വിളിക്കപ്പെട്ട എന്റെ ദാസനെ. ഒരു പേപ്പർ ചുരുണ്ട് വരുന്നത്, അന്തരീക്ഷത്തിലൂടെ വരുന്നത് ഞാൻ കാണുന്നു. എന്നിട്ട് ചെവി പറഞ്ഞേച്ചു പോവും, വിദേശയാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊള്ളാൻ. എവിടെ പോവാൻ? നമ്മൾ വിദേശയാത്രയ്ക്ക് വേണ്ടിയാണോ ഒരുങ്ങുന്നത്? കർത്താവിന്റെ സന്നിധി പോകാനാണോ ഒരുങ്ങുന്നത്? വിദേശയാത്ര ദൈവം തരുമ്പോ പൊക്കോ, ഒരു കുഴപ്പമില്ല. എല്ലാം മനസ്സിലാകുന്നുണ്ടോ? പണ്ടൊരു ഉപദേശിയുടെ കോളറിന് പിടിച്ച ഒരു സഹോദരന്റെ തലയിൽ കൈവച്ച ഒരു പ്രവാചകൻ പ്രവചിച്ചു പോലും, എന്റെ ദാസനെ, നീ ചെയ്തതല്ല, ഇതിനേക്കാൾ അധികം ചെയ്യാൻ ഞാൻ നിന്റെ കരത്തിന് ശക്തി തരുമെന്ന്. അപ്പോ ഉപദേശിയുടെ കോളറിന് പിടിച്ചവനോട് അതൂത്. അതിന്റെ അർത്ഥം, ഉപദേശിയുടെ കോളറിന് പിടിക്കാൻ നിനക്ക് ശക്തി തന്നത് ഞാനാണ്, ഇതിനേക്കാൾ ശക്തി എന്ന് പറഞ്ഞാൽ കഴുത്ത് അറുത്തിടാനുള്ള ശക്തി ഞാൻ നിനക്ക് തരുമെന്നാ പറഞ്ഞതിന്റെ ധാരണം. സ്വോത്രം. ഏതെങ്കിലും ഒരു മോണിൽ ഒരു പ്രവാചകൻ വരുന്നെന്ന് പറഞ്ഞാൽ ഇവിടെ വെള്ള ഷോളും അലക്കി വിരിച്ചോണ്ടങ്ങ് പോവുകയാ, അല്ലെങ്കിൽ തുണിയും ഇട്ടുകൊണ്ട്. എന്റെ തമ്പുരാൻ പറയാത്തതൊന്നും ആരും പറയുന്നില്ല. ദിവസവും ദൈവവചനം വായിച്ച് ധ്യാനിച്ചിരുന്നു എങ്കിൽ ഇതിന്റെ ആവശ്യവും ഇതിന്റെ ദാരിദ്ര്യവും നമുക്കുണ്ടാകില്ലായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ?
വചനത്തിന്റെ ദാരിദ്ര്യമാണ് ഈ നെട്ടോട്ടം ഓടുന്നതിന്റെ പിന്നിൽ. ദൈവം നമ്മെ വിളിച്ചത് അമേരിക്ക കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടല്ല. ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവരായി മാറണമെങ്കിൽ ദൈവം നമ്മെ വിളിച്ചത് അവന്റെ സന്നിധിയിൽ വിശുദ്ധരായിരിക്കാൻ. കരമീയത്തിൽ സ്വന്തം പറയാമോ? നിന്റെ വിശുദ്ധി കണ്ടല്ല ദൈവം നിന്നെ വിളിച്ചതെന്ന് തിരിച്ചറിയണം. നിന്റെ വിളിച്ചുകൊണ്ടല്ല ദൈവം നിന്നെ വിളിച്ചതെന്ന് തിരിച്ചറിയണം. നിന്റെ ശ്രേഷ്ഠത കണ്ടിട്ടല്ല ദൈവം നിന്നെ വിളിച്ചത്. ജ്ഞാനികളേറെ ഉണ്ടായിരുന്നിട്ട് ദൈവം നിന്നെ വിളിച്ചു വേർതിരിച്ചു എങ്കിൽ ഇത് വേറെ മനസ്സിലാക്കണം. അമേരിക്ക പോകാനല്ല, അവന്റെ ദൈവം നിന്നെ വിളിച്ചതിലുള്ള ദൈവ ഉദ്ദേശം അവന്റെ സന്നിധിയിൽ അവൻ ഏറ്റവും അവൻ ശ്രേഷ്ഠമായത് അവന്റെ സന്നിധിയിൽ വിശുദ്ധരായിരിക്കാൻ. ആരെ പോലെ? അനീഷ്കാവാലം കൊള്ളാം. പുള്ളി ഷോൾ വരെ വെള്ളയായിട്ടോണ്ട് വരുന്നേ നല്ലതാ. പുള്ളിയുടെ വിശുദ്ധി പോലെ വിശുദ്ധനാകാനല്ല ദൈവം വിളിച്ചേ. കാട്ടക്കട സുരേഷ് പുള്ളിയുടെ പ്രസംഗം പവർഫുള്ളാ. സുരേഷ് ബാബുവിനെ പോലെ വിശുദ്ധനാകാനല്ല ദൈവം വിളിച്ചത്. സുരേഷ് പുള്ളി വലിയ ആരാധില്ല. അതുപോലെ ആരാധന ദൈവം നിന്നെ വിളിച്ചത്. ഇന്ന് മറന്നു പോകരുത്. അവന്റെ സൗഖ്യത്തിലെ ദൈവം പറഞ്ഞു, ഞാൻ വിശുദ്ധനാകേണ്ട, നിങ്ങൾ വിശുദ്ധനായിരിക്കും. വിശുദ്ധിയുടെ മാതൃക അവൻ സ്വർഗ്ഗത്തിലെ ദൈവം. മനസ്സിലാക്കുന്നവരെ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ വിശുദ്ധനായിരിക്കുന്നു. അശുദ്ധനും അതിൽ കൂടെ കടക്കാൻ ദൈവം അനുവദിക്കുകയില്ല. അങ്ങനെ വിശുദ്ധിയെ തികച്ചുകൊണ്ട് അവനെ കർത്താവിന് വേണ്ടി ഓടുക, കർത്താവിന് വേണ്ടി നിൽക്കുക. ഇതിനെ കൂടെ ഉൾപ്പെടുത്തി തിരുവചനത്തെ പ്രസ്താവിക്കുമ്പോൾ ഇത് മറന്നു പോകരുത്. വിശുദ്ധിയുടെ മാതൃക മനുഷ്യരല്ല, സ്വർഗ്ഗത്തിലെ ദൈവം. ദൈവത്തെ പോലെ വിശുദ്ധനാകണം. പഴയ നിയമ പുരോഹിതന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവർക്കൊരു ലേബൽ കൊടുക്കും. എന്താണ് ലേബൽ അറിയാമോ? ഇവൻ പുരോഹിതൻ എന്ന ലേബലല്ല, ഇവൻ പ്രവാചകന്മാരിൽ അഗ്രഗണ്യനല്ല, ഇവൻ അവരെ സ്വപ്നത്തിന്റെ അങ്ങേറ്റം കാണുന്നവനെന്നല്ല, യഹോവയ്ക്ക് വിശുദ്ധനായവൻ. എന്താണ് ലേബല്? യഹോവയ്ക്ക് വിശുദ്ധനായവൻ എന്നൊരു ലേബൽ. പഴയ ദൈവത്തിലെ അവൻ പുരോഹിതന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് സ്വർഗം കൊടുക്കുമായിരുന്നു. അങ്ങനെ അവൻ നമ്മെ തിരഞ്ഞെടുത്തു. എങ്ങനെ രാജകീയ പുരോഹിതവർഗമാക്കി അവൻ നമ്മെ തിരഞ്ഞെടുത്ത് സ്വന്തമാക്കി മാറ്റി, വിശുദ്ധമാക്കി മാറ്റി. ഇതുവരെ കേൾക്കുന്നവരെ അനീതി ചെയ്യുന്നവർ അനീതി ചെയ്യട്ടെ, അഴിക്കാനുള്ളവർ അഴിക്കാതെ എന്നൊക്കെ പറഞ്ഞു. വിശുദ്ധരീയം തന്നെ തന്നെ വിശുദ്ധീകരിക്കണം. നിന്റെ അളവുകോല് വെച്ച് അടുത്തിരിക്കുന്നവരെ അളക്കരുത്. മനസ്സിലായില്ല? സുരേഷ് നന്ദിമല, ജേക്കബ് പാസ്റ്ററെ സുരേഷ് നന്ദിമലയുടെ അളവുകോല് വെച്ച് അളക്കരുതെന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? കുഴപ്പമാണ്. എന്റെ അത്ര പോരാ, കുഴപ്പം നിന്റേതാ, കുഴപ്പം അപ്പന്റേതാ, കുഴപ്പം അമ്മയുടേതാ. അളക്കരുതെന്ന ഞാൻ അപ്പനും അമ്മയ്ക്കും കുഴപ്പമുണ്ടെങ്കിലും അപ്പൻ പച്ച മുന്തിരിക്ക തിന്നാൽ മക്കളുടെ പല പിടിക്കത്തില്ലെന്നാ ഞാൻ പറഞ്ഞേ. അത് വഴം പഠിപ്പിക്കുന്നേ. ആരാനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് അവിടെയാണ് ദൈവം ചോദിക്കുന്നത്. അല്ലാതെ അവൻ എന്റെ അത്ര പുള്ളി ഒക്കുകയില്ല, എന്റെ അത്ര വിശുദ്ധനൊന്നും അല്ല പുള്ളി. അവൻ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെ അല്ലെന്നേ. സഹോദരൻ, നിന്റെ ജീവിതത്തിന്റെ അളവ് പോലെ വെച്ച് അടുത്ത സഹോദരിയെ നീ അളക്കണ്ട. അവൻ ദൈവം പറഞ്ഞവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ വിശുദ്ധനായിരിക്കും. അല്ലേ? എന്തിനാ? ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിന്റെ അടുക്കൽ ചെന്ന് കർത്താവിനെ കാണുവാൻ ദൈവം അനുവദിക്കുകയില്ല. എന്തിനാ ദൈവം നമ്മെ വിളിച്ചേ? ശുദ്ധീകരണമുള്ളവരായിരിക്കുക, വിശുദ്ധരായിരിക്കുക. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? അടുത്തൊരു പദം കൂടെ അവിടെയുണ്ട്. വിശുദ്ധരായിരിക്കുവാനും നിഷ്കളങ്കരായിരിക്കുവാൻ. എന്തിനാ ദൈവം നമ്മെ വിളിച്ചേ? നിഷ്കളങ്ക.
കളങ്കമില്ലാത്തവർ, ലോകത്തിന്റെ മാലിന്യം പറ്റാത്തവർ, കുറവില്ലാത്തവർ, ഊനമില്ലാത്തവർ. യേശു ചോദിച്ചു, നിങ്ങളിൽ എന്റെ പാപത്തെ കുറിച്ച് ബോധം വരുത്തുന്നു. ലോകത്തോട് മാലിന്യം പെടാത്തവരായി, ലോകത്തോട് കളങ്കം പറ്റാത്തവരായി, ലോകം എനിക്ക് വേണ്ടെന്ന പാട്ടല്ല, അത് ജീവിതത്തിൽ നമ്മൾ മാതൃകയാക്കുവാൻ മറന്നു പോകരുത്. സ്വതന്ത്രം സ്വതന്ത്രം നമ്മൾ മാതൃകയുള്ളവരായിരിക്കണം. വസ്ത്രധാരണത്തിൽ നമുക്ക് മാതൃക വേണം, ആകാരകാര്യങ്ങളിൽ നമുക്ക് മാതൃക വേണം. എന്ത് വേദം കണ്ടതും കഴിയതും വാരി കഴിച്ച് വിഗ്രഹാരത്തിൽ പോകുന്ന തോന്നുന്നെടുത്തു പോയി അടിയന്തരവും കൂടി അപ്പുറത്തെ 22 കൂടി അവിടെയും ചെന്ന് വലിച്ചു കഴിച്ച് സ്വപ്നത്തിന്റെ ആത്മീയ ജീവിതത്തെ നീ അശുദ്ധമാക്കരുത്. അതുകൊണ്ട് ദാനിയേൽ പറഞ്ഞത് രാജാവിനോട്, നിങ്ങൾ കഴിക്കുന്ന ഈ ആഹാരം കൊണ്ട് ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു വേർപാട് വേണമെന്ന് അതിന്റെ അർത്ഥം. നിന്നെ നിഷ്കളങ്കതയിൽ നിന്ന് കളങ്കമുള്ളവനാക്കി മാറ്റുന്ന ഈ ലോകത്തിന്റെ മാലിന്യങ്ങളെ വിട്ടോടുന്നവരായിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? അതിനാ ദൈവം അത് ചിലപ്പോ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു കാര്യം, 2 കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, ഞാൻ ആര്. 2, നമ്മൾ സേവിക്കുന്ന ദൈവം ആര്. മനസ്സിലാകുന്നുണ്ടോ? ഞാനൊരു ദൈവം. ദാവീദ് യഹോവ ഭക്തനെ തനിക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്നു എന്ന് ദാവീദ് തന്നെ മനസ്സിലാക്കി. എന്താ മനസ്സിലാക്കിയേ? തന്നെ ദൈവത്തിനായി വേർതിരിച്ചിരിക്കുന്നു എന്ന് ആരെ കുറിച്ച് മനസ്സിലാക്കി? ദാവീദിനെ കുറിച്ച് മനസ്സിലാക്കി. ദൈവമക്കളെ, നമ്മൾ കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ്, വിശുദ്ധന്മാരാണ്, നിഷ്കളങ്കതയുള്ളവരാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ ചിലതൊക്കെ നമ്മളെ ഒഴിവാക്കും. നമ്മുടെ വസ്ത്രധാരണത്തിൽ മാറ്റം വരും. സ്തോത്രം. മുടി കെട്ടുന്നതിന് മാറ്റം വരും. നഖം വളർത്തുന്നതിന് മാറ്റം വരും. സ്തോത്രം. ഹല്ലേലൂയ. മുടി വെട്ടുന്നതിനും മുടി വളർത്തുന്നതിന് മാറ്റം വരും. നഖത്തിന് വരെ മാറ്റം വരണം. കാരണം ഞാനൊരു ദൈവ പൈതലാണ്. കീഴടിച്ച് കൂട്ടക്ഷം തേച്ച് അതോ വൃത്തിയുള്ളതാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. വിറക് കീറിയ പോലത്തെ നഖവും വെച്ച് അതിന് മൊത്തം കീല് അടിച്ചുകൊണ്ടിരിക്കുക. സ്വതന്ത്രം. എവിടെ പോകാനാ? ആകിയ നാട്ടിൽ പോകും ഞാൻ. എവിടെ പോകും? കർത്താവ് കൊണ്ടുപോകുവാണെങ്കിൽ പോവുക, എനിക്ക് ഒരു വിരോധമില്ല. പകൽക്കാലം ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചത് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കേണ്ടതിന്. അനുഗ്രഹിക്കാതെ വേറൊരു കളി ദൈവത്തിനില്ല. 2, അവന്റെ സന്നിധിയിൽ പള്ളി വരുമ്പോൾ അവന്റെ സന്നിധിയിൽ വിശുദ്ധരായിരിക്കണം. അവന്റെ സന്നിധിയിൽ നമ്മൾ നിഷ്കളങ്കരായിരിക്കണം. അതിനാണ് ദൈവം വിളിച്ചത്. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ ബഹുമാനിക്കുന്ന ദൈവമാണ്. ഞങ്ങൾ വാക്കുകൾക്കുള്ള വിരാമമുണ്ട്. ഇന്ന് പകൽക്കാലം സ്തോത്രം എത്ര പേര് വചനത്തിന് മുൻപാകെ ഏൽപ്പിച്ചു കൊടുത്തു, സമർപ്പിച്ചു എന്ന് എനിക്കറിയില്ല. സ്തോത്രം. ചെറുപ്പം തോന്നുന്നു ഇനി ഇയാളിട്ട് കുത്തിയതാണ്. കുത്തിയാൽ പ്രസംഗിക്കേണ്ടത് അല്ലെ? മാസ്റ്ററെ, പ്രസംഗിക്കാൻ കുത്തി വേണം പ്രസംഗിക്കാൻ, എന്നാലേ മാനസാന്തരപ്പെടുള്ളൂ. കുത്തുകൊണ്ടാലേ മാനസാന്തരപ്പെടുള്ളൂ. കുത്തില്ലാത്ത പ്രസംഗത്തിനകത്ത് മാനസാന്തരമില്ല. അത് പണ്ട് ഇവരെ കുറിച്ച് പറയുന്നത് സൂപ്പ് സാൽവേഷൻ എന്ന് പറഞ്ഞതല്ലേ, അത്രേ ഉള്ളൂ. ഇല്ല, മനസ്സിലാകുന്നുണ്ടോ? പകൽക്കാലം നമുക്ക് ഒരുങ്ങാമോ? കർത്താവിന്റെ വരവിന് വേണ്ടി പ്രത്യാശയോടുകൂടെ നമുക്ക് കർത്താവിന് വേണ്ടി നിൽക്കാമോ? ഈ ലോകത്തിന്റെ മാലിന്യങ്ങൾ പറ്റാത്തവണ്ണം ദൈവകൃപയുള്ളവരായി നിൽക്കാമോ? ആ പട്ടണത്തിലേക്ക് ചെല്ലുക, ആ ദൈവരാജ്യത്തിലേക്ക് ചെല്ലുക. സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹം നമ്മെ ക്രിസ്തുവിനോളം ഉയർത്തുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം.